ഹലോ ഫ്രണ്ട്സ്, ഇന്ന് രാമച്ച സോപ്പാട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ പതിവ് പോലെ തന്നെ ബേസ് എടുക്കാം. ഞാനൊരു 4 സോപ്പ് ഉണ്ടാക്കാനുള്ള ബേസാണ് എടുത്തേക്കുന്നത്. അപ്പോൾ 400 ഗ്രാം ബേസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ 400 ഗ്രാം ബേസ് എടുത്തിട്ട് നമ്മളിതുപോലെ ചെറിയ പീസാക്കിയിട്ട് ഡബിൾ ബോയിൽ ചെയ്യാൻ വയ്ക്കാം. ആ ഒരു ടൈമിൽ തന്നെ നമുക്ക് ബാക്കിയുള്ള ചേരുവകൾ റെഡിയാക്കാം. ഇത് രാമച്ചത്തിൻ്റെ പൗഡറാണ്, നമ്മൾ തന്നെ റെഡിയാക്കി എടുക്കുന്ന പൗഡറാണ് കേട്ടോ. ഇത് ഈ സ്പൂണിൽ ഇതുപോലെ ഒരു സ്പൂൺ എടുക്കാം, കണ്ടോ. എന്നിട്ട് ഇതൊരു ബൗളിലേക്ക് നമുക്ക് ആഡ് ചെയ്യാം. അതോടൊപ്പം തന്നെ ഈ അലോവേര ജെല്ല്, ഇത് നമ്മളുടെ തന്നെ പ്രോഡക്റ്റാണ്. അപ്പോൾ ഈ അലോവേര ജെല്ല് ഇതുപോലെ ഒരു സ്പൂൺ എടുത്തിട്ട് അതും കൂടി ആ ബൗളിലേക്ക് ആഡ് ചെയ്യാം. അതിനുശേഷം നമ്മൾക്ക് ഇതിലേക്ക് മറ്റു 2 ചേരുവകൾ കൂടി ആവശ്യമുണ്ട്. അതായത് റോസ് വാട്ടറാണ് ഒന്ന്, അതൊരു 8 to 9 ഡ്രോപ്സ് ആഡ് ചെയ്യാം. പിന്നെ നമ്മളുടെ വൈറ്റമിൻ ഇ ഓയിൽ, അത് 4 to 5 ഡ്രോപ്സും അത് ആഡ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഇതുപോലെ നല്ല രീതിയിൽ ഇത് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. നല്ല ഒരു മിക്സിങ് ആയിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു കളറ്, രാമച്ചത്തിൻ്റെ തന്നെ കളറൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾക്ക് ഇത് നന്നായി മിക്സ് ചെയ്ത സമയത്ത് തന്നെ നമ്മൾക്ക് മോൾഡും റെഡിയാക്കി വെക്കാം. ഞാനിവിടെ 100 ഗ്രാമിൻ്റെ 4 ക്യാവിറ്റി മോൾഡാണ് റെഡിയാക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അതിനു വേണ്ടി അതെല്ലാം റെഡിയാക്കി വെച്ചു. ഇനി നമ്മൾക്ക് ഈ ഒരു ടൈമിൽ തന്നെ നമ്മളുടെ ഡബിൾ ബോയിൽ ചെയ്യാൻ വെച്ചിരിക്കുന്ന സോപ്പ് ബേസ് മെൽട്ടായിട്ടുണ്ട്. അപ്പോൾ അതെടുക്കാം. അതിലേക്ക് നമ്മൾക്ക് ഈ ബൗളിൽ നിന്ന് ഇത് ഒരു 1/2 സ്പൂണ് കേട്ടോ. ഈ മിക്സിൽ നിന്ന് നമുക്കൊരു 1/2 സ്പൂൺ എടുത്തിട്ട് നേരെ നമ്മൾക്ക് മെൽട്ടായിരിക്കുന്ന നമ്മളുടെ സോപ്പ് ബേസിലേക്ക് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് ആഡ് ചെയ്ത ശേഷം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നല്ല രീതിയിൽ ഇതിനെ മിക്സ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ചെയ്യുക. ഒരു ക്ലോക്ക് വൈസ് ഫോമിൽ നിർത്താതെ മിക്സ് ചെയ്താൽ അത് നന്നായിട്ട് മിക്സ് ആവും കേട്ടോ. അപ്പോൾ ഇതുപോലെ രാമച്ചത്തിൻ്റെ തന്നെ കളർ വന്നിട്ടുണ്ട്. നമുക്കിതിൽ കളർ ഒന്നും ആഡ് ചെയ്യണ്ട കേട്ടോ. ശരിക്കും ആ ഒരു നാച്ചുറലായിട്ട് തന്നെ നമുക്കിത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു രീതിയിൽ ഇതിനെ മിക്സ് ചെയ്ത ശേഷം നമ്മൾ ഇനി ഇതിലേക്ക് അടുത്തായിട്ട് ആഡ് ചെയ്യേണ്ടത് നമ്മുടെ ഫ്രാഗ്രൻസ് ആണ്. അപ്പോൾ എൻ്റെ കയ്യിൽ രാമച്ചത്തിൻ്റെ ഫ്രാഗ്രൻസ് ഉള്ളതുകൊണ്ട് ഞാനത് ആഡ് ചെയ്യുന്നുണ്ട്. ഇനി അതില്ല എങ്കിൽ ഏതെങ്കിലും ആയുർവേദിക് ആയിട്ടുള്ള ഒരു ഫ്രാഗ്രൻസ് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നല്ല രീതിയിൽ ഇതിനെ ഒന്നുകൂടി മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. കണ്ടോ. അപ്പോൾ ഇത് നല്ല രീതിയിൽ മിക്സ് ആയിട്ടുണ്ട്. നല്ല ഒരു ഫോമിലേക്ക് എത്തി. ഈ പതിവൊക്കെ കുറയും കേട്ടോ. നമ്മൾ മിക്സ് ചെയ്യുന്നതിനനുസരിച്ച് എല്ലാത്തിനും മാറ്റം വരും. എന്നിട്ട് നമുക്ക് നേരെ മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കണ്ടോ. ഇതുപോലെ നമ്മൾ 4 ക്യാവിറ്റിയിലേക്ക് നമ്മൾക്ക് ഒഴിച്ചു കൊടുക്കും. രാമച്ചത്തിന് ഒരുപാട് ഗുണങ്ങളുണ്ടെന്ന് എല്ലാവർക്കും അറിയാം. ഈ ഒരു വേനൽക്കാലത്ത് ഏറ്റവും നല്ലതാണ് രാമച്ചൻ സോപ്പ്. നമ്മുടെ ശരീരം തണുക്കാനും ശരീരത്തിനൊരു കുളിർമ തന്നെ രാമച്ചൻ സോപ്പ് നൽകും. അതുപോലെ തന്നെ വിയർപ്പിൻ്റെ ആ ഒരു സ്മെല്ലൊക്കെ ഉള്ളവർക്ക് നല്ല രീതിയിൽ മാറ്റം ഉണ്ടാവും കേട്ടോ ഇത്. പിന്നെ ദേഹകാന്തി, പിന്നെ അതുപോലെ നമ്മുടെ മുഖമൊക്കെ പാടുകളെല്ലാം പോയി നല്ല ക്ലിയർ ആവുന്നു. നല്ല കളറൊക്കെ വയ്ക്കും രാമച്ചൻ സോപ്പൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഇതുപോലെ 100 ഗ്രാമിൻ്റെ മോൾഡുകളിലേക്ക് ഒഴിച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൽ കുറച്ച് നിറഞ്ഞു പോയി നമ്മൾ അടുത്ത മോൾഡിലേക്ക് എടുത്ത് പകർത്തി ഒഴിച്ചു കേട്ടോ. ക്ലിയർ ചെയ്യുന്നുണ്ട്. കറക്റ്റ് 400 ഗ്രാം എടുത്തതിൻ്റെ പേരിൽ ഒരു അല്പം കൂടുതലൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. അത് ഇതുപോലെ തന്നെ ഞാൻ ഒഴിച്ചപ്പോൾ ഒരല്പം കൂടി അത് ഇതായി. അപ്പോൾ നോക്കൂ, നമ്മൾ 4 ക്യാവിറ്റിയിലും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ അധികം പതയൊന്നുമില്ല. നല്ല രീതിയിൽ തന്നെ എല്ലാം സെറ്റാക്കി ഒഴിച്ചിട്ടുണ്ട്. ഇപ്പോൾ അത് വന്നാൽ തന്നെ നമുക്കത് മാറ്റാവുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അതിനുശേഷം നമ്മൾക്ക് പതിവ് പോലെ 3 മണിക്കൂർ ഇതിനെ നമ്മൾക്ക് റൂം ടെമ്പറേച്ചറിൽ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഒരു 3 മണിക്കൂർ കഴിയുമ്പോൾ നമ്മൾക്ക് ഇതിനെ എടുക്കാം. അപ്പോഴേക്കും നല്ല രീതിയിൽ സോപ്പ് ഉറച്ചിട്ടുണ്ടാവും കേട്ടോ. നോർമലി 1 മണിക്കൂർ കഴിയുമ്പോൾ തന്നെ ഇത് ഉറക്കാറുണ്ട്. എന്നാലും ഒരു 3 മണിക്കൂർ കറക്റ്റ് ടൈമിംഗ് ആണ്. കണ്ടോ, നമ്മൾ ഡീമോൾഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നോക്കൂ, ഇതുപോലെ നല്ല ക്ലിയറായിട്ട് നല്ല സൂപ്പറായിട്ട് നല്ല എന്താ പറയുക, നന്നായിട്ട് ഉറച്ച് നമ്മൾക്ക് സോപ്പ് കിട്ടിയിട്ടുണ്ട്. കണ്ടോ. അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കാം. എളുപ്പം ഉണ്ടാക്കാൻ പറ്റിയൊരു സോപ്പ് കൂടിയാണ് രാമച്ചത്തിൻ്റെ സോപ്പ്. ഒരുപാട് പ്രിപ്പറേഷൻസ് ഒന്നും ഇതിൽ ആവശ്യം വന്നിട്ടില്ല. ഇനി എന്തെങ്കിലും ആഡ് ചെയ്യണമെങ്കിൽ വേറെ എന്തെങ്കിലും വെജിറ്റബിൾ ഗ്ലിസറിൻ അങ്ങനെയുള്ളതൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുന്നവർക്ക് കൊടുക്കാം. അപ്പോൾ ഇനി ഇതിനെ നമ്മൾക്ക് റാപ്പ് ചെയ്യുന്ന സൂക്ഷിച്ച് മാറ്റി വയ്ക്കാം. റാപ്പ് ചെയ്ത് വെക്കുമ്പോൾ വെച്ചാൽ സ്മെല്ലൊന്നും നഷ്ടപ്പെടില്ല. അതിൻ്റെ ആ ഒരു ക്ലിയറോട് കൂടി തന്നെ അതിരിക്കും. പിന്നെ റാപ്പ് ചെയ്ത ശേഷം നമുക്ക്
ഇപ്പോൾ ഞാനൊക്കെ ചെയ്യുന്ന പോലെ പതിവ് പോലെ സ്റ്റിക്കർ ഒട്ടിക്കാം, കവറിലാക്കാം. സെയിലിനുള്ള ഐറ്റംസാണ് എല്ലാവരും. അപ്പോൾ നമ്മൾ നേരെ സെയിലിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസ് ബാക്കി ചെയ്യാം. കണ്ടോ? അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എൻ്റെ വീഡിയോസ് എല്ലാം കാണാൻ പറ്റും. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.